നോ എക്സ്ക്യൂസ്, ഒരു ന്യായീകരണവുമില്ല. ഈ സമനില ഞങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. വോൾഫ്സിനെതിരായ മത്സരത്തിന് പിന്നാലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ റൂബൻ അമോറിമിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. സ്വന്തം കളിക്കാർക്ക് നേരെ കൂവിയാർക്കുന്ന ആരാധകർ. ഇങ്ങനെ ഒരു അപൂർവ കാഴ്ചക്കും പോയ രാവിൽ ഓൾഡ് ട്രഫോർഡ് സാക്ഷ്യം വഹിച്ചു. മത്സരത്തിനിടയിലും അവസാനിച്ച ടണലിലൂടെ മടങ്ങുമ്പോഴെല്ലാം ഗാലറി തങ്ങളുടെ നിരാശ പരസ്യമാക്കിക്കൊണ്ടേയിരുന്നു. ഓരോ തവണയും ക്ലബ് തല താഴ്ത്തി മടങ്ങുമ്പോൾ മൂകസാക്ഷിയായ ഇതിഹാസ പരിശീലകൻ സർ അലക്സ് ഫെർഗൂസൺ അവിടെയുണ്ടായിരുന്നു. ഈ സമനില തോൽവിക്ക് സമാനമാണെന്ന് യുണൈറ്റഡ് ആരാധകർക്കും താരങ്ങൾക്കും കോച്ചിനുമെല്ലാം നന്നായി അറിയാം. നിലവിൽ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്താണ് വോൾഫ്സ്, റെലഗേഷൻ സോണിലുള്ള ടീം. ഇതുവരെ ഒരു ജയം പോലും നേടാൻ അവർക്കായിട്ടില്ല. 19 മാച്ചിൽ നിന്നുള്ള സമ്പാദ്യം 3 പോയിന്റ്. യുണൈറ്റഡ് ആകട്ടെ കഴിഞ്ഞ മാച്ചിൽ ന്യൂകാസിൽ യുണൈറ്റഡിനെ തോൽപ്പിച്ചാണ് വരുന്നത്. സീസണിൽ ഏറ്റവും മോശം ഫോമിൽ കളിക്കുന്ന വോൾഫ്സിനെതിരെ ആധികാരിക ജയവുമായി ടോപ്പ് 4ലേക്ക് ടീം മുന്നേറുന്നത് കാണാൻ വലിയൊരു ആരാധക കൂട്ടമാണ് സ്റ്റേഡിയത്തിലെത്തിയത്. എന്നാൽ ചുവന്ന ചെകുത്താന്മാരെ വരച്ച വരയിൽ നിർത്തുന്ന വോൾഫ്സിനെയാണ് കളത്തിൽ കണ്ടത്. തൊട്ടതെല്ലാം പിഴക്കുന്ന മുൻ ചാമ്പ്യന്മാർ, അവസരങ്ങൾ തുലക്കാൻ മത്സരിക്കുന്ന മുന്നേറ്റ നിര. ഒടുവിൽ ഈ സീവിൻ പ്രതീക്ഷിച്ച മത്സരത്തിൽ വിയർത്തു കുളിച്ചൊരു ഡ്രോ. ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസ്, അമാദ് ഡിയാലോ, ബ്രയാൻ എംബൂമോ, മേസൺ മൗണ്ട് പ്രധാന താരങ്ങളില്ലാതെയാണ് ഇറങ്ങിയതെന്ന എക്സ്ക്യൂസ് പറഞ്ഞ് തൽക്കാലം റെഡ് ഡെവിൾസിന് രക്ഷപ്പെടാം. എന്നാൽ പകരം കളത്തിലിറങ്ങിയവരൊന്നും ചില്ലറക്കാരല്ലെന്ന മറുവാദവും അവിടെ നിലനിൽക്കുന്നു. പരിക്കേറ്റ മൗണ്ടിന് പകരം ജോഷോ സിക്സിയെ പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവന്നാണ് അമോറിം ടീമിനെ വിന്യസിച്ചത്. ബെഞ്ചമിൻ സെസ്കോ സ്ട്രൈക്കർ റോളിലെത്തിയപ്പോൾ മത്തയോസ് കുഞ്ഞയും പാട്രിക് ഡോർഗുവും വിങ്ങുകളിലൂടെ ഓടിക്കയറി. പോയ മാച്ചിലേതിന് സമാനമായി കെസമിറോ, മാനുവൽ ഉഗാട്ടെ മധ്യനിരയിൽ കളി വിന്യസിച്ചു. സെൻട്രൽ ഡിഫൻസിൽ ഏതൻ ഹെവനും ലിസാൻഡ്രോ മാർട്ടിനസും. ബെഞ്ചമിൻ സെസ്കോയിലൂടെ തുടക്കത്തിൽ തന്നെ വോൾഫ്സ് ഗോൾമുഖം വിറപ്പിച്ചാണ് ആതിഥേയർ തുടങ്ങിയത്. തുടർ നീക്കങ്ങളുമായി യുണൈറ്റഡ് മുന്നേറിയപ്പോൾ കിട്ടിയ അവസരങ്ങൾ സന്ദർശകരും വിട്ടുകളഞ്ഞില്ല. ഒടുവിൽ 28ാം മിനിറ്റിൽ സിർക്സിയിലൂടെ സ്വന്തം തട്ടകത്തിൽ യുണൈറ്റഡ് ലീഡെടുത്തു. വോൾഫ്സ് താരത്തിൽ നിന്ന് റിക്കവർ ചെയ്തെടുത്ത പന്തുമായി കുതിച്ച ഹെവൻ ബോക്സിന് സമീപത്തു നിന്ന് പന്ത് സിക്സിക്ക് മരിച്ചു നൽകി. ഗാർഡ് എടുത്ത വോൾഫ്സ് താരങ്ങൾക്കിടയിലൂടെ ഡച്ച് ഫോർവേഡ് ഉതിർത്ത ഷോട്ട് റിഫ്ലക്സായി വലയിലേക്ക്. ഗോൾ നേടിയ ആത്മവിശ്വാസത്തിൽ വീണ്ടും എതിർ ബോക്സിലേക്ക് ഇറമ്പിയെത്തിയ യുണൈറ്റഡ് നിരന്തരം ഭീഷണി സൃഷ്ടിച്ചു. ഇതിനിടെ സെസ്കോയുടെ ഹെഡർ ശ്രമം പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോയത് അവിശ്വസനീയമാം വിധമാണ് ആരാധകർ വീക്ഷിച്ചത്. ഒടുവിൽ ആദ്യ പകുതിക്ക് പിരിയുന്നതിന് തൊട്ടു മുൻപായി സെറ്റ് പീസിലൂടെ സന്ദർശകർ സമനില പിടിച്ചു. പോസ്റ്റിലേക്ക് കുതിച്ചെത്തിയ ഇൻസ്വിംഗ് കോർണറിനെ ക്ലിയർ ചെയ്യാനുള്ള സിക്സിയുടെ ശ്രമം പാളി. ബോക്സിൽ മാർക്ക് ചെയ്യാതിരുന്ന വോൾഫ് സെന്റർ ബാക്ക് ലാഡിസ്ലവ് ക്രൈജി മികച്ചൊരു ഹെഡറിലൂടെ ലക്ഷ്യം കണ്ടു. രണ്ടാം പകുതിയിൽ വിജയ ഗോളിനായി യുണൈറ്റഡ് ആക്രമണ മൂർച്ച കൂട്ടിയെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മകൾ തിരിച്ചടിയായി. 55ാം മിനിറ്റിൽ വോൾഫ്സിന്റെ മൊസ്ക്വേർ നൽകിയ ബാക്ക് പാസ് പൊസിഷൻ തെറ്റി നിൽക്കുന്ന ഗോൾ കീപ്പർ ജോസ ഗോൾ ലൈൻ സേവിലൂടെയാണ് രക്ഷപ്പെടുത്തിയത്. കളിയുടെ അവസാന മിനിറ്റിൽ ഡോർഗുവിലൂടെ യുണൈറ്റഡ് ഗോൾ നേടിയെങ്കിലും ഓഫ്സൈഡ് കെണിയിൽ കുരുങ്ങിയത് തിരിച്ചടിയായി. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ സ്വന്തം തട്ടകത്തിൽ ഒരു പോയിന്റ് മാത്രം നേടി യുണൈറ്റഡിന് കളം വിടേണ്ടി വന്നു. പന്തടക്കത്തിലും ലക്ഷ്യത്തിലേക്ക് ഷോട്ട് ഉതിർത്തതിലുമെല്ലാം യുണൈറ്റഡ് ആയിരുന്നു മുന്നിൽ. എന്നാൽ അമോറിം ടാക്ടിക്സുകൾ കളിക്കളത്തിൽ പലപ്പോഴും പാളുന്നതാണ് കണ്ടത്. ചെറിയ ടീമുകൾക്കെതിരെ പോലും ആധിപത്യത്തോടെ കളിക്കാനാവുന്നില്ലെന്ന വിമർശനവും ഉയർന്നു തുടങ്ങി. വോൾഫ്സിനെതിരായ ഈ സമനില അമോറിമിന്റെ കസേരയ്ക്ക് നേരെയുള്ള മുറവിളിയായും ഉയർന്നു തുടങ്ങി. ബോൺമൗത്തിനെതിരെ ചെൽസി പോയിന്റ് നഷ്ടപ്പെടുത്തിയ സാഹചര്യത്തിൽ ടോപ്പ് 4ലേക്ക് മുന്നേറാനുള്ള മികച്ച അവസരമാണ് യുണൈറ്റഡ് കളഞ്ഞുകുളിച്ചത്. നവംബറിലെ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ലീഗിൽ താരതമ്യേന അനുകൂലമായ ഫിക്സ്ചറാണ് യുണൈറ്റഡിന് ഉണ്ടായിരുന്നത്. എന്നാൽ അനായാസം ജയിച്ചു കയറാവുന്ന മത്സരങ്ങളിലെ പോയിന്റ് നഷ്ടം ക്ലബിന് വലിയ തിരിച്ചടിയായി. യുണൈറ്റഡിന്റെ അടുത്ത 2 ലീഗ് മത്സരങ്ങൾ ലീഡ്സ് യുണൈറ്റഡിനും ബേൺലിക്കുമെതിരെയാണ്. ഇതിന് പിന്നാലെ ജനുവരിയിൽ കാത്തിരിക്കുന്നത് ടൈറ്റിൽ ക്യാമ്പയിനിങ്ങിലുള്ള ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും. ബ്രൂണോ ഫെർണാണ്ടസിന്റെ അടക്കം പരിക്കും ആഫ്കോൺ കളിക്കാനായി പ്രധാന താരങ്ങൾ മടങ്ങിയതുമെല്ലാമാണ് പരാജയ കാരണമായി അമോറിം വിലയിരുത്തുന്നത്. അപ്പോഴും ഇതിനെ മറികടക്കാൻ ഒരു പ്ലാൻ ഇല്ലേ എന്ന ചോദ്യം പ്രസക്തമായി നിൽക്കുന്നു. ഇത്തവണയെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ബർത്ത് ഉറപ്പിക്കാനാകുമോ? ആരാധകരുടെ ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കോച്ചിന് സാധിക്കുന്നുമില്ല. ഓൾഡ് ട്രാഫോർഡിൽ അമോറിമിന്റെ നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങിയോ? വരും മത്സരങ്ങൾ ഇതിനുള്ള ഉത്തരം നൽകും.